ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി, HDFC, ICICI, ആക്സസ്, ഇതിന്റെ എല്ലാത്തിന്റെയും അനാലിസിസ് വീഡിയോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള സിനാരിയോ ആണ് നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാത്തിനും കൺഫർമേഷനും പ്രോപ്പർ എല്ലാ പ്ലാൻസും ഒരുമിച്ച് എക്സിക്യൂഷൻസ് വരാം. സോ ഇങ്ങനെ ഒരുമിച്ചുണ്ടായ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള മൊമെന്റം കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത്, ഒരു വൺ ഡയറക്ഷനിലേക്കുള്ളത്. സോ ഇവിടെ പ്രോപ്പറായിട്ട് HDFCയിൽ മാത്രമാണ് നല്ലൊരു മൊമെന്റ് ഇല്ലാത്തത്. എന്നാലും 0.34% HDFC മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്സസും ബാക്കിയുള്ള സ്റ്റോക്സും എല്ലാം ഈ ഒരു കണ്ടീഷനിലേക്ക് ഒരുമിച്ച് മൂവ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ലൊരു അഗ്രസീവ് മൊമെന്റം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നുണ്ടായിട്ടുള്ള ആ ഒരു 800 പോയിന്റ് റാലി നമ്മൾ പ്രോപ്പറായിട്ട് ഇന്നലെ അപ്ഡേറ്റ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ എല്ലാവർക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എൻട്രി നോക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കൺഫർമേഷൻസ് നോക്കുക, എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ട് ആയിരിക്കുമല്ലോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ പറയുന്നത് 2 ടൈപ്പ് ഓഫ് എൻട്രി ക്രൈറ്റീരിയ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒന്നെന്താണ് ഡിമാൻഡിൽ എൻട്രി എടുക്കുന്നതും, പിന്നെ ഒന്ന് ഇക്വിലിബ്രിയത്തിൽ എൻട്രി എടുക്കുന്നതും. അതെന്താണ് എങ്ങനെയാന്നുള്ളത് നമ്മൾ വരുന്ന മാസ്റ്റർ ക്ലാസ് സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴേ നമുക്കതൊന്ന് ആഡ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി സീരീസിന്റെ ഒപ്പം പഠിച്ചു വരുമ്പോൾ വരും. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. സോ ക്ലിയർ ടാർഗറ്റ് ആയിരുന്നു അല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നു. എല്ലാ കൺഫർമേഷൻസും പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിലേക്ക് നമുക്ക് പോവാം. സോ ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ പ്രോപ്പറായിട്ട് ഈ ഒരു സോണിൽ നമുക്കൊരു കൺഫർമേഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ കൺഫർമേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഫസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് ഫുള്ളൊന്ന് റീപ്ലേ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും കാര്യങ്ങൾ. ഇപ്പം ഇവിടെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഏകദേശം ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 3 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മളുടെ ട്രേഡ് പ്ലാൻ. സോ ഇതിലേക്ക് നമുക്ക് ഏത് കൈൻഡ് ഓഫ് എൻട്രീസ് നിങ്ങൾക്ക് നോക്കാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ. നമുക്ക് 2 രീതിയിൽ കൺഫർമേഷൻസ് നോക്കാം. ഒന്ന് എന്താണ്, വളരെ അഗ്രസീവ് ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രീമിയം മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ കൂടുതൽ ഇൻഡെക്സ് നോക്കാം. അതേപോലെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് എവിടെയായിരിക്കും, ഈ പറയുന്ന ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുക അല്ലേ. കാരണം ഫ്യൂച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന സ്ഥലം. ഫ്യൂച്ചേഴ്സിൽ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫ്യൂച്ചറിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും കൺഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരെയും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കൺഫർമേഷൻ എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നു അല്ലേ. സോ മെയിനായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു സപ്ലൈ സോണാണ്. സോ ഇതൊരു ഡിമാൻഡ് സോണിലേക്ക് കൺവേർഷൻ കാണിക്കണം. അല്ലെങ്കിൽ ഇവിടെ പല രീതിയിൽ കൺഫർമേഷൻ നോക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് നോക്കാം. അതൊക്കെ അഡ്വാൻസ്ഡ് SMC ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. നമുക്ക് എന്തായാലും അല്ലാതെ ട്രെൻഡ് ബേസ് ചെയ്ത് മാത്രം ഒരു ബിഗിനർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഫോർമേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും പ്രോപ്പറായിട്ട് നമുക്കൊരു കണ്ടിന്യൂഷൻ കാണാം അല്ലേ. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടോ, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ തന്നു. കറന്റ് ഉള്ള സപ്ലൈ സോണിൽ നിന്ന് ശരിക്കും ഇവിടെ സെല്ലേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഈ ഒരു സെല്ലേഴ്സ് ഉള്ള സോണിൽ ശരിക്കും സെല്ലിങ് ആക്ടിവിറ്റി ആണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മളുടെ കീ ലെവലിൽ മാർക്കറ്റ് ഓൾറെഡി എന്ത് തന്നെയെന്നാ പറഞ്ഞത്, ഇവിടെ ഒരു LTF കൺഫർമേഷൻ വേണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺഫർമേഷൻ ഇവിടെ പ്രോപ്പറായിട്ട് കിട്ടിയതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, അപ്പോൾ എപ്പോഴും LTF കൺഫർമേഷനിൽ കുറേ പേര് ഡൗട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുക, ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് ഈ സപ്ലൈ സോണ് കറന്റ്ലി സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് അവരുടെ ആക്ടിവിറ്റി ഫെയിൽ ആക്കി ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നതിൻ്റെ അർത്ഥം എന്താണ്, ബയ്യർ ഇവിടെ ആക്റ്റീവ് ആണ്. സോ ഇനി ബയ്യേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക, സെല്ലേഴ്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ട സ്ഥലത്ത് അവരുടെ ആക്ടിവിറ്റി കുറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്രിയേറ്റ് ആയി. സോ ഇനി മാർക്കറ്റിൽ ഒരു അപ്സൈഡിലുള്ള മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ എഗെയിൻ മാർക്കറ്റിൽ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കണം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം നോക്കുമ്പോൾ ഫിബ് വെച്ച് നോക്കുമ്പോൾ എവിടെയാണ്, ഈ ഒരു സോണിലാണ് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ബൈയിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുക ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. മനസ്സിലായോ, ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം അല്ലേ. ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്. 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, മാർക്കറ്റ് ഈ പറയുന്ന സിനാരിയോയിൽ ഈ പറയുന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഈ രീതിയിൽ മൂവ് ചെയ്യാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം എഗെയിൻ ഈ രീതിയിൽ
ഡിമാൻഡിലേക്ക് വന്നിട്ട് പോവാം. സോ അതിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് അതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ഇവിടുത്തെ എൻട്രി ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലെവലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിയറസ്റ്റ് അടുത്തുള്ള ഒരു സപ്ലൈ സോണിലേക്ക് വേണം നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് 3 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് അടുത്തുള്ള ഒരു സപ്ലൈ കാണാം അല്ലേ. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടൊരു സപ്ലൈ സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇക്കൽ ഹൈ ഉണ്ട്. സോ ഈ ഒരു ലെവലൊക്കെ എടുക്കാം അല്ലേ. ഈ ഒരു ലെവലൊക്കെ നോക്കാം. ഏകദേശം ഒരു 300 പോയിന്റ്സ് ഒക്കെ അടുത്ത മാർക്കറ്റിൽ എന്തുണ്ട്, ടാർഗറ്റ് സോണിലേക്ക് ഉണ്ട് അല്ലേ. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാം. മെയിൻ ടാർഗറ്റ് ഇതാണെങ്കിൽ ഇതിപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു കണ്ടു. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ എൻട്രി ട്രിഗർ ആയിട്ടുള്ളത്. സോ സിമ്പിൾ, ഇത് ഇക്വിലിബ്രിയം എൻട്രി ആണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രൈസ് ഡെലിവറി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവും. നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വന്നേക്കണം. അപ്പോൾ മേളിലേക്ക് പോകാനുള്ള എല്ലാ പ്രോബബിലിറ്റി മാർക്കറ്റിൽ ഇവിടെ തന്നിട്ടുണ്ട്. സോ സ്റ്റോക്സിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. സ്റ്റോക്കിലും പ്രോപ്പറായിട്ട് മാർക്കറ്റ് മൊമെൻറ്റം തന്നിട്ടാണ് പോയിട്ടുള്ളത്. കണ്ടോ, അതിന് ശേഷം ആ ഇക്വിലിബ്രിയത്തിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വളരെ അഗ്രസീവായിട്ട് തന്നെ മാർക്കറ്റ് പുതിയൊരു ബ്രേക്ക് ഔട്ട് തന്ന് മൂവ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം, കുറച്ചും ക്ലിയർ ആവും. കണ്ടോ, കൺഫർമേഷന് ശേഷമുള്ള എൻട്രി കണ്ടോ, പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി. അതിനുശേഷമുള്ള റീടെസ്റ്റിൽ നമ്മൾ എൻട്രി എടുത്തു. പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടം വരെ വേണ്ട അല്ലേ. നമുക്കിത് ഇവിടം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 പോയിന്റ്സ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടാർഗറ്റ് ചെയ്യാം. ഒരു 100 പോയിന്റ്സ് നിങ്ങൾ 1:4 ഉണ്ട്, നിങ്ങളൊരു 1:2 മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ മന്ത് എൻഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ അടുത്തൊരു വീഡിയോ സീരീസിൽ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എഗെയിൻ ഇവിടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം വരിക. സോ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ബൈയിങ് ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓർഡേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു പോകുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്നാലും പറഞ്ഞു മാത്രം. അതൊക്കെ നോക്കി ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവരെപ്പോഴും ഇക്വിലിബ്രിയത്തിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് സിനാരിയോസ് നോക്കും. സോ ഇവിടെ അഗെയിൻ ഞാൻ ഇക്വിലിബ്രിയം എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഏകദേശം ഡിമാൻഡ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഡിമാൻഡ് സോൺ നമ്മൾ വരക്കാം അല്ലെ. ഡിമാൻഡാണ് ഇപ്പോൾ കൺട്രോൾ ഉള്ളത് അല്ലേ. അപ്പോൾ അടുത്തൊരു ഡിമാൻഡ് ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ അടുത്തൊരു ഡിമാൻഡായി. സോ അതിനു മുമ്പ് നമ്മൾ എന്താണ് ഇക്വിലിബ്രിയത്തിലുള്ള ട്രേഡ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ നിങ്ങൾക്ക് 2 SL വരും. അതിനനുസരിച്ച് വേണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അഗെയിൻ ഇവിടെ നിങ്ങൾ ട്രേഡ് നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടാർഗറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇങ്ങോട്ടായിരിക്കും, ഈ ഒരു ലെവലിലേക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നു, പ്രോപ്പറായിട്ട് ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. കണ്ടോ, ഇവിടെ മാർക്കറ്റ് എന്താ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആക്കി അല്ല. ഇവിടെ നല്ല രീതിയിൽ പുഷ് തന്നു, ചെറിയൊരു ട്രാപ്പാണ്. ഇവിടെ നിന്നൊരു പുഷ് മാർക്കറ്റ് ഓൾറെഡി തന്നു അല്ലേ. അപ്പൊ ഈ ഒരു പുഷ് തന്നതിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തേ, തിരിച്ചു വരാനുണ്ടായത്. ഓക്കെ, തിരിച്ചു വന്ന മാർക്കറ്റ് ഇങ്ങോട്ട് പോയി. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു RR ഇവിടെ തന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഒരു RR ഇവിടെ തന്നതായിട്ട് കാണാം. പക്ഷെ ശരിക്കും നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു സോണിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര RR കിട്ടി, 1:3.8 കിട്ടി. പക്ഷെ ഈ ഒരു ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇവിടെ SL ഉണ്ടാവും. പക്ഷെ ഇവിടെ പ്രോപ്പറായിട്ട് SL ഹണ്ടിങ് ആണ് നടന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ നോക്കിയേ, ഈ ഒരു ഇത്രയും വലിയ പുഷ് ഹോൾഡ് ചെയ്തേക്കണം അല്ലേ. ഇത്രയും വലിയൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത റീറ്റെയിലർ ആണോ, അല്ല. സോ അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആ ഒരു ഡിമാൻഡിലേക്ക് വന്നു. എഗെയിൻ ഇവിടെയുള്ള ഓർഡേഴ്സ് ഒക്കെ എടുത്തു. മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാൻ പോകണം ഇങ്ങോട്ടാ മേളിലേക്ക്. അപ്പം അങ്ങോട്ട് പോകണമെങ്കിലുള്ള ഓർഡേഴ്സ് മാർക്കറ്റിൽ മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡേഴ്സ് ഒക്കെ മാർക്കറ്റിൽ ടേക്ക് ചെയ്ത് ഫ്യൂവലൊക്കെ എടുത്തിട്ടേ മാർക്കറ്റിൽ മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്യൂവൽ ഇല്ലെങ്കിൽ പോകാൻ വേണ്ടി പറ്റില്ല, മനസ്സിലായോ. അപ്പോൾ അതുപോലെ തന്നെ ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് വന്ന് ടേക്ക് ചെയ്തു. എഗെയിൻ ഈ പറയുന്ന ഡിമാൻഡിൽ, അപ്പോൾ ഡിമാൻഡിൽ എൻട്രി എടുക്കേണ്ട ആൾക്കാർക്കും ഇവിടെ ഏറ്റവും നല്ല RR ഇട്ടിട്ടുണ്ടാവാന്ന് തോന്നുന്നു അല്ലേ. ഈ ഒരു ഡിമാൻഡിൽ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഡിമാൻഡിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നൊരു ട്രേഡ് ഉള്ളൂ. ഇക്വിലിബ്രിയം ചെയ്യുന്ന ആൾക്ക് 2 ട്രേഡ് ഉണ്ട്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഫസ്റ്റ് ട്രേഡ് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടി അല്ലേ. പക്ഷെ സെക്കൻഡ് ട്രേഡ് അവന് സ്റ്റോപ്പ് ലോസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഡിമാൻഡിൽ നമുക്ക് എൻട്രി എടുക്കുന്ന ആൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കാം. അവനിവിടെ പ്രോപ്പറായിട്ടുള്ള
ഒരു നല്ല റിസ്ക് റിവാർഡ് അല്ലേ? ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈങ് അല്ലേ? അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ. ഡിമാൻഡ് എൻട്രീസ് വളരെ കുറവായിരിക്കും, പക്ഷേ റിസ്ക് റിവാർഡ് ഭയങ്കര കൂടുതലായിരിക്കും. കൺഫർമേഷൻ അവിടെ നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും അതിൻ്റെ ലോ ടൈം ഫ്രെയിമിൽ. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്, ഏതാണ് നിങ്ങൾക്ക് എൻട്രി മോഡൽ എന്നുള്ളത്. ഒന്ന് ഞാൻ എൻട്രി മോഡൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 സിനാരിയോസ് ആണ് മാർക്കറ്റിൽ ഉള്ളത്. ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ ഇതിൻ്റെ ഇക്വിലിബ്രിയം മാർക്കറ്റ് വരാം. മനസ്സിലാവും? ഒരു കണ്ടീഷൻ മാർക്കറ്റ് ഈ പറയുന്ന മിറ്റിഗേഷൻ 50 മിറ്റിഗേഷനിൽ വന്ന് പോവാം. സെക്കൻഡ് കണ്ടീഷൻ ഡിമാൻഡ് സോണിലേക്ക് വന്ന് പോവാം. സോ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ഫോളോ ചെയ്യാം. മനസ്സിലായോ? 2 ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഓവർലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ ട്രേഡ് എടുത്തു, അത് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ ഇവിടെയും ട്രേഡ് എടുക്കാൻ പോയിട്ട് മാർക്കറ്റ് 2 ദിവസം ആകുമ്പോൾ 2 സ്റ്റോപ്പ് ലോസ് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്തു. മാക്സിമം 2 സ്റ്റോപ്പ് ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാം ട്രേഡൊക്കെ. മനസ്സിലാവും? അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് 2 ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2ഉം ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നത്തെ ദിവസത്തിൽ ചിലപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇത് കണ്ടുകൊണ്ട് നാളെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോയാൽ എന്താ പറ്റുക? ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആവും. മനസ്സിലാവും? ട്രെൻഡ് റിവേഴ്സൽ വരുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ലോസസ് ഫേസ് ചെയ്യുക. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അതിലേക്ക് കയറാം. ഇവിടെ പ്രോപ്പറായിട്ട് ഇന്ന് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം 700 to 800 പോയിന്റ്സ് ഉണ്ട്. എന്നാലും 700-725 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിലേക്കുള്ള എക്സിക്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 എൻട്രി മോഡൽസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക്ഔട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഒരിക്കലും ഞാൻ പറയുന്ന ഈ മെത്തേഡിലേക്ക് എല്ലാവരും വന്ന് അത് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന മെത്തേഡിലേക്ക് ഇവരെ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മാറ്റി നിങ്ങൾ ഈ സെറ്റപ്പിലേക്ക് വരാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുന്ന ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഇതിൽ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരാളെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. നമുക്കിനി സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ HDFC വലിയ കാര്യമായിട്ടുള്ള മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ആ ഇക്വിലിബ്രിയത്തിൽ തന്നെ HDFC കളിക്കാൻ നടക്കണം, കൺസോളിഡേറ്റ് ചെയ്യാം. HDFCയിൽ പ്ലാൻസ് ഒന്നും നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. സോ ഇവിടെ കണ്ടോ, നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ICICIയിൽ നമ്മളൊരു പ്രോപ്പർ ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്നലെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇവിടുന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ICICIയിൽ ഇങ്ങോട്ടാ ഡൗൺ സൈഡ് അല്ലേ, താഴേക്കാണ് നമ്മൾ പ്ലാൻ ഉള്ളത്. സോ ഇവിടെ മാർക്കറ്റ് അഗ്രസീവായിട്ട് തന്നെ എത്ര പെർസെൻറ്റേജ് ഇന്നൊരു ദിവസം മൂവ് ചെയ്തത് ICICI? ഏകദേശം ഇന്ന് നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് ടോട്ടലി 2.6% മൂവ് ചെയ്തിട്ടുണ്ട്. 3% ICICI പ്രോപ്പറായിട്ട് ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം മൂവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളുടെ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരുന്നു. നമ്മൾ ഇത് അനലൈസ് എടുത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എൻട്രി ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇക്വിലിബ്രിയം വന്നിട്ടില്ല, പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടൊരു ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. കണ്ടോ, അതിനുശേഷം ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ആ ഡിമാൻഡ് സോണിലേക്ക് വന്നിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തു. അതിനിടയിൽ ഇംബാലൻസ് ഉണ്ട്, അതൊക്കെ നോക്കുന്നവർക്ക് അത് നോക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പറഞ്ഞു പോണത്. എഗെയിൻ ഇവിടെ ഒരു ഡിമാൻഡിൽ നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രിയാണ് ഈ പറഞ്ഞ മൊമെന്റം തന്നിട്ടുള്ളത്. ഇവിടെയും പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ട്രേഡ് പ്ലാനിലേക്ക് 2.2% എബോ അല്ലെ 2.6% എബോ ICICI മൂവ് ചെയ്തായിട്ട് കാണും. ഇനി ആക്സിസിന്റെ കണ്ടീഷൻ നോക്കുക. ആക്സിസും പ്രോപ്പറായിട്ട് നമ്മളുടെ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ ആക്സിസും ഈ പറയുന്ന 2.1% ടോട്ടലി 2.6% മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ഇന്നലത്തെ പ്ലാൻ. സോ ഇതെന്നും ഉണ്ടാവുന്ന കാര്യമല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് പറ്റാം, കൺഫർമേഷൻസ് കിട്ടാതെ പോവാം. പക്ഷെ നമുക്ക് എന്താ ലോസസ് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കൺഫർമേഷൻ നോക്കുന്നതുകൊണ്ട്. LTF കൺഫർമേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം. കണ്ടോ, ഇവിടെയാണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട്. ഇതിനെ എപ്പോഴാണ് ക്രോസ് ചെയ്തത്? ഇവിടെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. സോ കറന്റ് നോക്കുകയാണെങ്കിലും 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് 1 മിനിറ്റിലേക്ക് നോക്കുന്ന സമയത്തും ഇവിടെയാണ്. സോ അതിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റോക്സിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത നല്ല കാര്യം, DK ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്ന സ്ഥലം
സ്റ്റോക്കിന് ഇൻട്രാഡേ ചെയ്ത് തന്നെയാണ് ഓപ്ഷനിലേക്ക് വന്നതിനെക്കാട്ട് കൂടുതൽ. ഓക്കെ, സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ആക്സിസിൻ്റെ കണ്ടീഷൻ. സോ വേറെ നമ്മൾ കോട്ടക്കിലാണെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളൊരു പുഷ് കോട്ടക്കിൽ ഇന്ന് വന്നതായിട്ട് കാണാം അല്ലേ. ഓക്കെ, ഇന്ന് കോട്ടക്കാണെങ്കിലും സ്ട്രോങ് ആണ് സ്റ്റിൽ, ഏകദേശം ഒരു 1 പോയിന്റ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഗ്രീനിലാണെന്ന് കണ്ടോ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2% ICC, 1% ആക്സിസ്, 1% കോട്ടക്ക്, HDFC 0.5% മൂവ് ചെയ്തിട്ടുണ്ട്. HDFC മാത്രം വലിയ കാര്യമായിട്ടിരുന്നൊരു മൊമെൻറ്റം തരാൻ ആളും കൂടെ നമുക്ക് നല്ല മൊമെൻറ്റം തന്നായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പുഷ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റിയാണ്. ഓക്കെ, സോ ഇതാണ് കറൻ്റ്ലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഇവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സോണിൽ നിന്ന് നമ്മൾ 3 മിനിറ്റിൽ ഇന്നലെ വരച്ച് വെച്ച സ്ഥലമാണ്. ഞാൻ 15 മിനിറ്റിലേക്കൊന്ന് വരാം. ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ പ്ലാൻ പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ നിഫ്റ്റിയും നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി സോൺ LTF കൺഫർമേഷൻ ഒന്ന് നോക്കാം. 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നിഫ്റ്റിയുടെ കേസിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ മാർക്കറ്റ് പുതിയൊരു ലോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഓൾറെഡി രാവിലെ തന്നെ നിഫ്റ്റി ബുള്ളിഷായിട്ട് ഉള്ള ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തു ഇവിടെ, കണ്ടോ. ഇവിടെ ട്രെൻഡ് റിവേഴ്സ് നിഫ്റ്റി തന്നു ടോട്ടലി. നമുക്ക് ഇക്വിലിബ്രിയം ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ നിഫ്റ്റി പ്രോപ്പർ ഇക്വിലിബ്രിയം, കണ്ടോ. പ്രോപ്പറായിട്ട് ഇക്വിലിബ്രിയത്തിൽ നല്ലൊരു റിസ്ക് റിവാർഡ് എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ഞാൻ 2 എൻട്രി മോഡൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഞാനിവിടെ ഇക്വിലിബ്രിയം മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണ കാര്യം അതായിരിക്കും അല്ലേ. അപ്പം അതൊരൊറ്റ എൻട്രി മാത്രം ഫോക്കസ് ചെയ്യാം. മൾട്ടിപ്പിൾ എൻട്രീസ് എപ്പോഴും ഇക്വിലിബ്രിയത്തിന് എടുക്കാൻ ശ്രമിക്കരുത്. ഒറ്റ എൻട്രി നോക്കാം, കണ്ടോ. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു നല്ല എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലാൻ ഇവിടം വരെ ഉണ്ട് നിഫ്റ്റിയിൽ അല്ലേ. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 50% നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നിഫ്റ്റി ഇവിടെ ഒരു 0.34% ടോട്ടലി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും എന്താണ് കണ്ടീഷൻ? യെസ്, 200 പോയിന്റ്സ് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തതായിട്ട് കാണാം. സോ ഇവിടെയൊക്കെ നല്ലത്. ഓക്കെ, ഇവിടുത്തെ ബ്രേക്കിന് ശേഷം നിഫ്റ്റിയിലും ഈ പറയുന്ന ഡിമാൻഡിലേക്ക് വന്ന് ഒരു എൻട്രി, നല്ലൊരു എൻട്രി ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയേ, വളരെ സമയമെടുത്ത് മാർക്കറ്റ് താഴേക്ക് വന്നു, ഡിമാൻഡിലേക്ക് വന്നിട്ട് കണ്ടോ. പ്രോപ്പർ ഡിമാൻഡിൽ നിന്ന് എൻട്രി ഉണ്ട്. അതിന് രാവിലെ ഈ എൻട്രി നിഫ്റ്റിയിലെ മേഖല സെയിം രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. സോ നോക്കാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. രണ്ടും കൂടി എടുത്ത് വെച്ച് പ്രശ്നമാവണ്ട, ഒരെണ്ണം മാത്രം വർക്കൗട്ട് ചെയ്യും. നിഫ്റ്റി സ്റ്റിൽ നമുക്ക് ഇനിയും നമ്മുടെ ടാർഗറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥലത്തേക്ക് ഇനിയും വരാനുണ്ട് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ സ്റ്റിൽ നിഫ്റ്റിയുടെ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതിക്ക് നിൽക്കുകയാണ്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിലേക്ക് തന്നെ ഇവിടം വരെ നിൽക്കും നിഫ്റ്റി. അപ്പ് സൈഡിലേക്ക് കണ്ടിന്യൂഷൻ നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് ഡൗൺ സൈഡ് പോയാൽ മതി. അതുവരെ ഇങ്ങനെ പോട്ടെ. സോ ഇനി നെക്സ്റ്റ് ഡേ പ്ലാൻ. അപ്പോൾ ഇന്നലത്തെ പ്ലാനിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കഴിഞ്ഞു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ദിവസത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിന്ന് എടുത്തിട്ടുള്ള ട്രേഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും അതുപോലെ ടാർഗറ്റ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ നോർമലി നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡല്ല, നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ നോക്കണം. കൺഫർമേഷൻ സ്റ്റോപ്പ് എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു എൻട്രി വെച്ചിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയം ആണോ അല്ലെങ്കിൽ ഡിമാൻഡ് ആണോ ഇവിടെ എങ്ങനെ കയറി, നമ്മൾ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് കയറുന്നത്. അപ്പോൾ അതിലേക്ക് വരേണ്ട നിങ്ങൾ ഇക്വിലിബ്രിയം ബേസിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. പഠിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓരോന്നായിട്ട് കവർ ചെയ്ത് വരാം. ഓക്കെ, പിന്നെ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നല്ല ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ അനാലിസിസിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അനാലിസിസ് എന്തായാലും മാറ്റാം. LTF കൺഫർമേഷൻ അവിടെ തന്നെ കിടക്കട്ടെ. കാരണം എന്താണ്, നമ്മുടെ പ്ലാൻ ഇന്നലെ പറഞ്ഞ പ്ലാനിലേക്ക് ഇന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടേ? കൺഫർമേഷൻ. പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയാലാണ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ട്രേഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇവിടെ എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നലത്തെ പ്ലാനിന്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലേ. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റിൽ LTF ലോ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് റിവേഴ്സ് ആയാൽ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്ക് നോക്കാം. സോ ഇതിൽ വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെ പരിപാടി. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്കത് നിങ്ങൾ ഇതാവണ്ട. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ രാവിലെ തന്നെ
കംപ്ലീറ്റ് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. അത് മാത്രമല്ല ഒരു നല്ല രീതിയിലുള്ളൊരു ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുള്ളത്. സോ അതൊരു പോസിറ്റീവ് മാർക്കാണ്, കുഴപ്പമില്ല. പക്ഷേ ഈക്വൽ ലോസും മാർക്കറ്റിൽ ഉണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇക്വിലിബ്രിയത്തിൽ ഡെയിലി വന്നിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ക്ലബ് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പ്ലാനാണ്. ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെക്കാം. സെക്കൻഡ്, ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മേളിൽ പോകുകയാണെങ്കിൽ ഇവിടെയാണ് അടുത്ത സെൽ ഓഫ് സോൺ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. മാർക്കറ്റ് സിറ്റുവേഷനും ആ സമയത്ത് സ്റ്റോക്സും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമ്മൾ നോക്കാൻ. സോ ഇവിടെ നിന്ന് താഴേക്ക് വരേണ്ട സിനാരിയോ ആണ് ശരിക്കും മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷായിട്ട് നിൽക്കുകയാണ്. നാളെ എന്താണ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ നോക്കിയിട്ട് നമുക്ക് കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് കയറാം. ഓക്കെ, അപ്പോൾ അതാണ് കറൻറ്റ്ലി നമ്മുടെ സ്റ്റാറ്റസ്. സോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ HDFCയിലേക്ക് അല്ലെങ്കിൽ ICICIയിലേക്ക് വരികയാണെങ്കിൽ ICICIയിലും പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ സോണിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സപ്ലൈ ഇവിടെ ഉണ്ട്, മറക്കണ്ട. ഇതൊരു സപ്ലൈ സോണാണ്. ഇതുവരെ സെൽ ഓഫ്. ICICI സ്റ്റിൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡൗൺ സൈഡ് മൊമെൻറ്റത്തിൽ തന്നെയാണ് ആക്സസ് നിൽക്കുന്നത്. ഇവിടെയാണ് സപ്ലൈ. ഓക്കെ, അപ്പോൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ICICI പറയുന്ന ടാർഗറ്റിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. എഗെയിൻ LTF നോക്കിയിട്ട് കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ്. ഇവിടെയും കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ് കേട്ടോ. എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള റിസ്ക് റിവാർഡ് ഒരു 1:3, ഇവിടെയും ഒരു 1:8 ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1:8 1:3 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് നോക്കി അറിയാം, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഈ ഒരു എൻട്രിക്ക് ശേഷം നല്ലൊരു പ്രോപ്പർ പ്ലാനും ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻട്രീസിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു പ്രോപ്പർ പ്ലാനിൽ ഇപ്പോഴാണ് എൻട്രി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല പ്ലാൻസിലാണ് എൻട്രി എടുക്കുന്നത്. എന്നാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്താ നല്ല റിസ്ക് റിവാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മന്ത് എൻഡിൽ നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മന്ത് എൻഡിൽ എന്താ ഗുണം? മന്ത് എൻഡിൽ നല്ല രീതിയിലുള്ള ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ RR ആണ്. SL എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരു റിസ്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ റിവാർഡും പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. എല്ലാവരും ലെവൽസ് പ്ലോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളുടെ വെബിനാറിനെ കാര്യം മറക്കണ്ട. എല്ലാവരും താഴെ നമ്മൾ വെബിനാറിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ മന്തും നടത്തുന്ന പോലെ തന്നെ നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. വെബിനാറിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് പോകാം. ഈ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കംപ്ലീറ്റ് എന്താണ് നമ്മൾ എടുക്കുന്ന ഈ ഒരു സെറ്റപ്പ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് സെഷൻ ആയിരിക്കും നമുക്ക് വെബിനാറിൽ വരാം. ഏകദേശം ഒരു 3 hour വെബിനാർ ആയിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അടുത്ത അനാലിസിസ് വീഡിയോ ആയിട്ട് കാണുന്ന സൈൻ ഓഫ്.